തേനിലും മധുരം വേദമല്ലാതെ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം വരെ നാം പഠിച്ചുവല്ലോ. അടുത്ത 15-ാം അധ്യായം ജാതിമത ഭേദമന്യേ ഏവരെയും സ്നേഹത്തോടെ ബൈബിൾ പഠനത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ പ്രാവശ്യം 14-ാം അധ്യായത്തിൽ നിന്ന് 4 ദൂതന്മാരുടെ വിളംബരങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചത്. ഇന്ന് 15-ാം അധ്യായം 7 ബാധയുള്ള 7 ദൂതന്മാരെ നാം ഇവിടെ കാണുകയാണ്. ഞാൻ വലുതും അത്ഭുതവുമായ മറ്റൊരടയാളം സ്വർഗത്തിൽ കണ്ടു. ഒടുക്കത്തെ 7 ബാധയുള്ള 7 ദൂതന്മാരെ തന്നെ. അതോടുകൂടി ദൈവക്രോധം തീർന്നു. 14-ാം അധ്യായത്തിൽ കാണുന്നത് മുദ്രയേറ്റ് 144,000 പേർ സ്വർഗ സിയോൻ മലയിൽ കുഞ്ഞാടിനോടൊപ്പം നിന്ന് ഗായക സംഘമായ സഭ പാടുന്ന പാട്ട് പഠിക്കുന്ന കാഴ്ചയാണ്. 15-ാം അധ്യായത്തിൽ സിയോൻ മലയിലുള്ള പളുങ്കു നദി തീരത്ത് നിന്ന് ഗായക സംഘത്തോടൊപ്പം ചേർന്ന് അവർ കുഞ്ഞാടിൻ്റെ പാട്ടും മോശയുടെ പാട്ടും പാടി ദൈവത്തെ സ്തുതിക്കുകയാണ്. തൻ്റെ ജനത്തിൻ്റെ ആരാധന ഉയരും തോറും ഭൂമിയിൽ അവരെ പീഡിപ്പിച്ചവരോടുള്ള ദൈവക്രോധം ഉയരുകയാണ്. ഇതേ തുടർന്ന് സ്വർഗത്തിലെ സാക്ഷ്യകൂടാരമായ ദൈവാലയം തുറക്കപ്പെടുകയും 7 ബാധകളുള്ള 7 ദൂതന്മാർ 7 ക്രോധ കലശവുമായി ദൈവാലയത്തിൽ നിന്നും പുറപ്പെട്ടു വരികയും ചെയ്യുന്നു. 16-ാം അധ്യായം 7 ദൂതന്മാരും 7 ക്രോധ കലശങ്ങളും. 13-ാം അധ്യായത്തിൽ സാത്താൻ മൃഗസ്വഭാവത്തോടുകൂടി അവൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് ഇസ്രായേലിനെ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം 7 ക്രോധ കലശവുമായി 7 ദൂതന്മാരെ ഭൂമിയിലേക്ക് അയച്ച് ന്യായവിധിക്കായി എഴുന്നേൽക്കുകയാണ്. നിങ്ങൾ പോയി ക്രോധകലശം 7 ഭൂമിയിലേക്ക് ഒഴിച്ചു കളവീൻ എന്ന് ദൂതന്മാരോട് കൽപ്പിച്ചു. 16-ന്റെ 1. 1-ാം ക്രോധകലശം. 1-ാമത്തെ ദൂതൻ തൻ്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിച്ചവർക്കും 666 എന്ന അവൻ്റെ മുദ്ര ഏറ്റവർക്കും വല്ലാത്ത ദുർവ്രണമുണ്ടായി. 16-ാം അധ്യായം 2-ാം വാക്യം. ഈ മുദ്ര ഒരു ചിപ്പിൽ കൂടെയാണ് ശരീരത്തിൻ്റെ തൊലിക്കുള്ളിൽ പ്രവേശിപ്പിക്കുന്നത്. ശരീരത്തിലെ ഊഷ്മാവിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ശരീര ഊഷ്മാവ് കൂടുതൽ നിൽക്കുന്നത് നെറ്റിമേലും കൈമേലുമാണ്. അതിനാലാണ് നെറ്റിയിലോ കൈമേലോ ഈ ഇലക്ട്രിക് ചിപ്പ് പതിപ്പിക്കുന്നത്. ഇത് ക്രമേണ ക്യാൻസർ വരാൻ സാധ്യതയുണ്ടെന്ന് വൈദ്യശാസ്ത്രം പറയുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് ബൈബിൾ ഇത് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. ഇപ്രകാരം ഒരു മുദ്ര എതിർ ക്രിസ്തു മനുഷ്യ ശരീരത്തിൽ പതിപ്പിക്കുമെന്നും ഈ മുദ്ര ഏൽക്കുന്നവർക്കെല്ലാം വല്ലാത്ത ദുർഗന്ധമുള്ള ദുർവ്രണം ഉണ്ടാകുമെന്നും പറഞ്ഞിരിക്കുന്നു. 16-ന്റെ 2. 2-ാം ക്രോധകലശം. 2-ാമത്തെ ദൂതൻ തൻ്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചു. സമുദ്രജലം മരിച്ചവന്റെ രക്തം പോലെയായി. സമുദ്രത്തിലെ ജലജന്തുക്കളൊക്കെയും ചത്തുപോയി. ചെറുതു മുതൽ വലുതുവരെയുള്ള മത്സ്യങ്ങളും ജലജന്തുക്കളും പ്രാണവായു ലഭിക്കാതെ ചത്ത് തിരയടിച്ച് കരയ്ക്കടിഞ്ഞ് ചീഞ്ഞളിഞ്ഞും ദുഷിച്ച രക്തമുള്ള ഈ വെള്ളത്താലും ദുർഗന്ധത്താലും ജനം ദുരിതമനുഭവിക്കും. ദുർവ്രണത്താൽ വേദനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനത്തിന് ഇവയെ കോരി മാറ്റുവാൻ പോലും ആവാതെ സാംക്രമിക രോഗങ്ങളാലും കഷ്ടമനുഭവിക്കും. അപ്പോൾ 3-ാം കലശം ഭൂമിയിലേക്ക് പകരുകയാണ്. 16-ന്റെ 4. 3-ാമത്തെ ദൂതൻ തൻ്റെ കലശം നദികളിലും നീരുറവുകളിലും ഒഴിച്ചു. അവ രക്തമായി തീർന്നു. അതിൽ ജലാധിപൻ പോലും ദൈവത്തെ ഇപ്രകാരം വാഴ്ത്തുകയാണ്: പരിശുദ്ധനെ, വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം അവർ ചിന്തിച്ചതുകൊണ്ട് നീ അവർക്ക് രക്തം കുടിപ്പാൻ കൊടുത്തു. അതിന് അവർ യോഗ്യർ തന്നെ. നിന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ തന്നെ. ഇപ്രകാരം പറഞ്ഞ് ജലാധിപൻ ദൈവത്തെ സ്തുതിച്ചു. 16-ന്റെ 4 മുതൽ 7 വരെ. വെളിപ്പാട് 7-ാം അധ്യായത്തിൽ ഭൂമിയിൽ കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദിക്കിലുമുള്ള കാറ്റിൻ്റെ അധിപതിയോട് ദൈവം കൽപ്പിക്കുന്നു. വെളിപ്പാട് 16-ൽ ഈ ജലാധിപതിയെക്കുറിച്ച് പറയുന്നുണ്ട്. 16-ന്റെ 5. അതായത് എല്ലാറ്റിനെയും നിയന്ത്രിക്കുവാൻ ദൈവം ഓരോ ദൂതന്മാരെ അധിപതിയായി നിയമിച്ചിട്ടുണ്ട്. ഈ അധിപതിമാരായ ദൈവദൂതന്മാരെ
ജാതികൾ ദൈവങ്ങളായി കരുതിക്കൊണ്ട് ജലദേവത, ആകാശരാജ്ഞി, സൂര്യദേവൻ, വായുദേവൻ, വരുണൻ ഇങ്ങനെയുള്ള പേരുകളാൽ അവരുടെ ആരാധന ദേവന്മാരാക്കി വെച്ചുകൊണ്ട് അവർ ആരാധിക്കുന്നു. ഇവരെല്ലാം തന്നെ ദൈവം സൃഷ്ടിച്ച് നിയമിച്ചാക്കിയിരിക്കുന്ന ദൂതന്മാരാണ്. സൃഷ്ടിയല്ല, സകലവും സൃഷ്ടിച്ച ദൈവത്തെയാണ് നാം ആരാധിക്കേണ്ടത്. റോമർ 1:22 ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സൃഷ്ടികളെ ആരാധിക്കുന്നതിലൂടെ പിശാചായ സാത്താനാണ് മഹത്വമെടുക്കുന്നത്. ഇവിടെ വ്രണങ്ങളാൽ നിറഞ്ഞ് രക്തവെള്ളത്താൽ കുടിവെള്ളം പോലും കിട്ടാതെ സാംക്രമിക രോഗങ്ങളാലും ജനം കഷ്ടം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയം 4-ാം കലശം ഭൂമിയിൽ ഒഴുക്കിയാണ്, 4-ാം ക്രോധകലശം. 4-ാമത്തെ ദൂതൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ അതിന് അധികാരം ലഭിച്ചു. മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി. ഈ ബാധകളിന്മേൽ അധികാരമുള്ള ദൈവത്തിന്റെ നാമത്തെ അവർ ദുഷിച്ചതല്ലാതെ അവർ ആരും മാനസാന്തരപ്പെട്ടില്ല. 16:8. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിന് സകലത്തെയും നിയന്ത്രിക്കുവാൻ കഴിയും. അതിനുള്ള അധികാരം അവനുണ്ട്. സൂര്യന്റെ ചൂട് തീ പോലെ വർദ്ധിപ്പിക്കുവാൻ ദൈവം അധികാരപ്പെടുത്തുകയാണ്. ഇന്നത്തെ സൂര്യന്റെ ചൂട് കൂടിയാൽ 46 ഡിഗ്രി വരെ ഉണ്ട്. അത് ശരീരത്തിൽ നേരിട്ട് ഏൽക്കുവാനും പാടില്ല. ശരീരം സൂര്യ താപമേറ്റ് പൊള്ളുകയും കുഴഞ്ഞു വീണ് മരണം വരെ സംഭവിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ കാലത്ത് കുറഞ്ഞത് 80 ഡിഗ്രിയോളം ചൂട് വർദ്ധിച്ച് സൂര്യന്റെ ചൂട് തീ പോലെ വർഷിക്കുകയാണ്. തീ പോലെ പൊള്ളുന്ന ചൂടാകയാൽ മനുഷ്യർ പലരും വെന്തു മരിക്കും എന്നതിൽ സംശയമില്ല. കുടിവെള്ളം പോലും കിട്ടാതെ ഉള്ള വെള്ളം രക്തമായതിനാലും വൈദ്യുതി പോലും കാണില്ല. ഇതൊക്കെ ആയിട്ടും ദൈവത്തോട് പ്രാർത്ഥിക്കുകയോ മാനസാന്തരപ്പെടുകയോ ചെയ്യാതെ ജനം ദൈവത്തെ ദുഷിക്കുകയാണ്. ഈ സമയം 5-ാം കലശം ഒഴിക്കുന്നു, 5-ാം ക്രോധകലശം. 5-ാമത്തെ ദൂതൻ തന്റെ കലശം മൃഗത്തിന്റെ സിംഹാസനത്തിൽ ഒഴിച്ചു. അവന്റെ രാജ്യം ഇരുണ്ടുപോയി. 16:10-11 വാക്യങ്ങൾ. വ്രണങ്ങളാൽ നിറഞ്ഞ് കുടിവെള്ളം പോലും കിട്ടാതെ അത്യുഷ്ണത്താൽ പൊള്ളലേറ്റും ചൂടിന്റെ കാഠിന്യത്താലും ജനം വെന്ത് നേറി തളർന്ന് വീണുകൊണ്ടിരിക്കുമ്പോൾ രാജ്യം മുഴുവനും കൂരിരുട്ടിൽ തപ്പി നടക്കുന്ന ഒരു അനുഭവം. അപ്പോഴും അവർ ദൈവത്തെ ദുഷിക്കുകയാണ്. 6-ാം കലശം. 6-ാമത്തവൻ തന്റെ കലശം യൂഫ്രത്തേസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് ഇസ്രായേലിനോട് യുദ്ധത്തിനായി വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുങ്ങേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. 16:12-14 വരെ. ഇസ്രായേലിനോട് യുദ്ധത്തിനായി ഒരുങ്ങിയിരിക്കുന്ന രാജാക്കന്മാർക്ക് സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലേക്കുള്ള യുദ്ധത്തിനായി എളുപ്പത്തിൽ കടന്നു വരേണ്ടതിന് വഴി ഒരുക്കുവാൻ ദൈവം യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം വറ്റിച്ച് ഒരു പേരുവഴി ഒരുക്കി കൊടുക്കുകയാണ്. സർവഭൂമിയിലെയും ഇസ്രായേലിന് എതിരെ നിൽക്കുന്ന സർവ ഭരണാധിപന്മാരെയും രാജാക്കന്മാരെയും യുദ്ധത്തിനായി യെരൂശലേമിൽ യഹോശാഫാത്ത് അതായത് ഹർമഗദോൻ താഴ്വരയിലേക്ക് ദൈവം കൂട്ടിവരുത്തും. അതിനായി ദൈവം അവർക്ക് എളുപ്പത്തിൽ വന്ന് ചേരുവാനാണ് ഈ പെരുവഴി ഒരുക്കുന്നത്. പെരുവഴിയായി തീർന്ന ഉടൻ ഇസ്രായേലിനെതിരെ നിൽക്കുന്ന ശത്രുരാജ്യങ്ങളെല്ലാം യുദ്ധത്തിനായി എതിർ ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ കടന്നു വന്ന് ഇസ്രായേൽ പാളയത്തെ വളയും. 7-ാം കലശം. 7-ാമത്തെ ദൂതൻ തന്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു. അപ്പോൾ സംഭവിച്ചു തീർന്നു എന്നൊരു മഹാശബ്ദം ദൈവസിംഹാസനത്തിൽ നിന്നും വന്നു. മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. ഭൂകമ്പത്താൽ ബാബിലോൺ എന്ന മഹാനഗരം 3 അംശമായി പിരിഞ്ഞു. ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി. സകല ദ്വീപുകളും ഓടിപ്പോയി. മലകൾ കാണാതായി. താലന്തോളം ഘനമുള്ള കല്ലുകൾ വലിയ കൽമഴയായി ആകാശത്തു നിന്ന് മനുഷ്യരുടെ മേൽ പെയ്തു. കൽമഴയുടെ ബാധ നിമിത്തം മനുഷ്യർ ദൈവത്തെ ദുഷിച്ചു. 16-ാം അധ്യായം 17-21 വരെ. അവസാനത്തെ ക്രോധകലശം 7-ാം ദൂതൻ ഒഴിച്ചത് ആകാശത്തിലാണ്. അപ്പോൾ ഭൂമിയിൽ ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയ ഭൂകമ്പം ഇടിമുഴക്കത്തോടും മിന്നലോടും കൂടി ഭൂമിയിൽ ഉണ്ടാകുകയാണ്.
ഈ ഭൂകമ്പത്താൽ ബാബിലോൺ എന്ന നഗരം 3 അംശമായി പിരിഞ്ഞു. ഭൂമിയുടെ അവസ്ഥയ്ക്ക് വലിയ മാറ്റങ്ങളുണ്ടായി. ജാതികളുടെ പട്ടണങ്ങൾ വീണുപോയി. സകല ദ്വീപുകളും കാണാതായി. സകല മലകളും കാണാനില്ല. ദൈവക്രോധത്താൽ ഈ ബാബിലോൺ മുഴുവനും ഈ ഭൂകമ്പത്താൽ 3 പിരിഞ്ഞ് സകല ദ്വീപുകൾ എല്ലാം വെള്ളത്താൽ മുങ്ങിപ്പോകുന്ന ഒരവസ്ഥ. ഈ താലന്തോളം വലിപ്പമുള്ള കല്ലുകൾ കൽമഴയായി ഭൂമിയിൽ മനുഷ്യരുടെ മേൽ വീണു. കർത്താവിന് സ്തോത്രം. ബാബിലോൺ 3 അംശമായി പിരിഞ്ഞു. 1 രാഷ്ട്രീയം, 2 മതം, 3 ബാബിലോൺ നഗരം. സകല മതങ്ങളും ഉണ്ടായത് ബാബിലോണിൽ നിന്നുമാണ്. ഉൽപ്പത്തി 11-ാം അധ്യായത്തിൽ നാം മതത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് പഠിച്ചുവല്ലോ. നോഹയുടെ മകനായ ഹാമിൻ്റെ മകൻ നിമ്രോദിൽ നിന്നാണ് മതങ്ങളുടെ ആരംഭം. അവിടെ നിന്നും ഭാഷാകലക്കത്താൽ പിരിഞ്ഞുപോയ ജനങ്ങൾ പോയി പാർത്തിരുന്ന സ്ഥലങ്ങളിലെല്ലാം അവരവരുടെ ഭാഷയിൽ പല മതങ്ങൾ സ്ഥാപിച്ചു. ക്രമേണ ലോകം മുഴുവനും മതങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഇപ്രകാരം സകല മതങ്ങളുടെയും മാതാവ് ബാബിലോൺ നഗരമാണ്. ഈ ബാബിലോണിനെ 3 വേർതിരിച്ച് നിർത്തിക്കൊണ്ട് ന്യായവിധി നടത്തി നശിപ്പിക്കുവാൻ ദൈവം ഒരുങ്ങുകയാണ്. രാഷ്ട്രീയ നേതാവായ മൃഗത്തെയും മതങ്ങളുടെ നേതാവായ കള്ളപ്രവാചകനുകൾ സ്ഥാപിച്ച ഏക മതത്തെയും വ്യാജ മതങ്ങളുടെ ഉറവിടവും മാതാവുമായ ബാബിലോൺ നഗരത്തെയും ഓരോന്നോരോന്നായി മാറ്റി നിർത്തി നശിപ്പിക്കുവാൻ ദൈവം ഒരുങ്ങുകയാണ്. 17-ാം അധ്യായത്തിൽ വ്യാജ മതങ്ങളുടെ നാശത്തെക്കുറിച്ച് കാണുന്നു. 18-ാം അധ്യായത്തിൽ മതങ്ങളുടെ ഉറവിടമായ ബാബിലോൺ നഗരത്തിൻ്റെ നാശത്തെ പറയുന്നു. 19-ാം അധ്യായത്തിൽ രാഷ്ട്രീയ നേതാവായ മൃഗത്തിൻ്റെ നാശത്തെക്കുറിച്ച് നാം കാണുന്നു. 16-21 1 താലന്തോളം ഘനമുള്ള കല്ലുകളാലുള്ള വലിയ കൽമഴ ഈ ഭൂകമ്പത്തോടുകൂടി മനുഷ്യരുടെ മേൽ മഴ പോലെ വീണുവെന്നാണ്. ഓരോ കല്ലിൻ്റെയും ഭാരം 1 താലന്ത് എന്നത് 35 കിലോ വരെ ഭാരമുണ്ട് എന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. ഇത്രയും കിലോ ഭാരമുള്ള കല്ലുകളാണ് ആകാശത്തു നിന്ന് മഴ പോലെ പെയ്തിറങ്ങുന്നത്. എന്നിട്ടും ജനം ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ ദുർമാർഗം വിട്ട് മാനസാന്തരപ്പെടുകയോ ദൈവത്തോട് പ്രാർത്ഥിക്കുകയോ ചെയ്തില്ല. പ്രിയ സഹോദരങ്ങളെ, ഈ ബാധകളിൽ നിന്നും ഇനിയും വരുവാനുള്ള ദൈവക്രോധത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുവാൻ യേശുക്രിസ്തുവിൽ കൂടെയുള്ള സൗജന്യ രക്ഷയെ കരസ്ഥമാക്കുക. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. യോഹന്നാൻ 1:12 പ്രകാരം പറയുന്നു, യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകി. 1 തീമോഥെയോസ് 1:10 പറയുന്നു, യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ യേശു ലോകത്തിൻ്റെ സകല പാപവും ഏറ്റെടുത്തുകൊണ്ട് ക്രൂശ മരണത്തിനായി ഏൽപ്പിച്ചു കൊടുത്തു. യെശയ്യാവ് 53 പ്രകാരം പറയുന്നു, സാക്ഷാൽ നമ്മുടെ പാപങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ തകർന്നും നുറുങ്ങിയുമിരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും പാപം അവൻ്റെ മേൽ ചുമത്തി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. യേശുവിൻ്റെ ക്രൂശിലെ മരണത്തെക്കുറിച്ച് ബൈബിൾ മത്തായി 27-ാം അധ്യായം 27 പ്രകാരം പറഞ്ഞിരിക്കുന്നു, പടയാളികൾ യേശുവിനെ കൊണ്ടുപോയി അവൻ്റെ വസ്ത്രം അഴിച്ചു, മുള്ളുകൊണ്ടൊരു കിരീടം വിടഞ്ഞ് അവൻ്റെ തലമേൽ വെച്ചു, കോൽ കൊണ്ട് തലയിൽ അടിച്ചു, മുഖത്ത് തുപ്പി അവനെ പരിഹസിച്ചു, അവനെ ക്രൂശിപ്പാൻ കൊണ്ടുപോയി. 2 കള്ളന്മാരുടെ നടുവിൽ അവനെ ക്രൂശിച്ചു, അവൻ്റെ വിലാപ്പുറം കുന്തം കൊണ്ട് കുത്തി. ഇതൊക്കെയും സഹിച്ചത് വരുവാനുള്ള ഈ ന്യായവിധിയിൽ നിന്നും നിത്യമായ നരകത്തിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ കാണിച്ച ഈ മഹാസ്നേഹത്തിന് പകരം മറുവിലയായി നമുക്കെന്ത് നൽകുവാൻ കഴിയും? കർത്താവിന് സ്തോത്രം.
ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. പകരം എന്ത് നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനെ. അടിപ്പിണരിൽ കണ്ടു നിൻ സ്നേഹത്തെ, സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ. പകരം എന്ത് നൽകും ഞാനിനി? നന്ദിയാലെന്നും വാഴ്ത്തിടും സ്രഷ്ടാവേ, നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കായി, ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കായി. പകരം എന്ത് നൽകും ഞാനിനി? ദേശത്തെങ്ങും പോകും സുവിശേഷവുമായി, മൊഴിയിൽ കേട്ടു രക്ഷയിൻ ശബ്ദത്തെ. വിടുതൽ നൽകും നിൻ ഇമ്പ ശബ്ദത്തെ. പകരം എന്ത് നൽകും ഞാനിനി? അന്ത്യത്തോളം ഓർക്കും നിൻ യാഗത്തെ. പകരം എന്ത് നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.